ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ USA. സോ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എഡ്വേർഡ് ബോൾ വക്കുല സ്പ്രിംഗ് സ്റ്റേറ്റ് പാർക്കിലേക്കാണ്. അപ്പോൾ ഇതാ ജാനുക്കുട്ടിയും ബേബിയും ബാക്കിൽ കാർ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മളിതാ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ റീച്ച് ആവും കേട്ടോ. നമ്മൾ പോണ വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ, നമ്മുടെ വക്കുല സ്പ്രിങ്സ് കാണാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ അവിടെ റീച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ എൻട്രി പാസ് എടുക്കണം കേട്ടോ. $6 ആണ് വരുന്നത് 4 വീലേഴ്സിന്. അങ്ങനെ എൻട്രൻസ് കടന്ന് നമ്മളങ്ങനെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. ഒരു 1 മൈൽ ഡിസ്റ്റൻസ് ഉണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക്. ഓൾമോസ്റ്റ് കാറൊക്കെ വേഗം പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതാ വക്കുല സ്പ്രിങ്സ് ബോർഡൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ജാനുക്കുട്ടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട്. വേറെ ഒന്നും അല്ല, അത് അവിടെ ഒരു വലിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആൾ കുറേ അവിടെ നിൽക്കണത്. അപ്പോൾ ലാസ്റ്റ് വരുന്ന വഴിക്ക് നമുക്ക് കയറാം, ഇപ്പം നേരെ നമുക്ക് സ്പ്രിങ്സ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്പ്രിങ്സ് കാണണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇതാ ഷെൽട്ടർ പോലെ കുടയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊന്നും കൊള്ളാതെ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാമല്ലോ. വേൾഡ്സ് ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഫ്രഷ് വാട്ടർ സ്പ്രിങ്സിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ വക്കുല സ്പ്രിങ്സ്. മോർ ദാൻ 32 മൈൽസ് ആണ് ഇതിൻ്റെ ഫുൾ ഏരിയ വരുന്നത്. മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ, വേൾഡിലെ തന്നെ ഡീപ്പസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കേവ് സിസ്റ്റം കൂടി ഉണ്ട് ഈ വക്കുല സ്പ്രിങ്സിന്. 1986 ഫ്ലോറിഡ സ്റ്റേറ്റ് വക്കുല സ്പ്രിങ്സിന് ഒരു സ്റ്റേറ്റ് പാർക്കാക്കിയിട്ട് മാറ്റിയത്. അതുപോലെ തന്നെ 250 മില്യൺ ഗാലൺ ഓഫ് വാട്ടറാണ് പെർ ഡേ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത്. ഒരു ചെറിയ മ്യൂസിയം തന്നെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവിടുത്തെ ബേർഡ് ലൈഫിനെ പറ്റിയിട്ടും. അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്പ്രിങ്സിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങളൊക്കെ ഒരു എക്സിബിഷൻ പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽ അടക്കണം, നമുക്കത് കാണാൻ പറ്റിയിട്ടോ അവിടെ. മെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മാമോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ആനയുടെയൊക്കെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു ആനിമലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കെൽട്ടനൊക്കെ ഈ വക്കുല സ്പ്രിങ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഇവിടുത്തെ തലഹസിയിലത്തെ തന്നെ മ്യൂസിയത്തിൽ ആ ഫുൾ സ്കെൽട്ടൻ അവർ റീബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവരിങ്ങനെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹോളിവുഡിലെ മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രീച്ചേഴ്സ് ഫ്രം ദ ബ്ലാക്ക് ലഗൂൺ, റിവഞ്ച് ഓഫ് ദ ക്രീച്ചർ, നൈറ്റ് മൂവ്സ്, എയർപോർട്ട് 77, ജോ പാന്തർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ വക്കുല സ്പ്രിങ്സിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളും അവരവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വക്കുല സ്പ്രിങ്സിൻ്റെ കേവ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണിത്. സോ ദ ലോങ്ങസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് കേവ്സ് ഇൻ ദ വേൾഡ് എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ഇതാണ് ആ മാസ്റ്റർഡൻ്റെ ബോൺ കണ്ടു കിട്ടിയത് കേട്ടോ വക്കുല സ്പ്രിങ്സിൽ നിന്ന്. ഇതാണ് അതിൻ്റെ പിക്ചർ. നമ്മുടെ ഒരു ആനയുടെയൊക്കെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു മാമോത്താണിത്. വക്കുല സ്പ്രിങ്സിനെ പറ്റിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അവർ പലയിടത്തായിട്ട് ഇങ്ങനെ ഓരോ ബോർഡ്സും കാര്യങ്ങളും വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മുടെ വക്കുല സ്പ്രിങ്സിൻ്റെ ലോഡ്ജ്. ഈ ലോഡ്ജിനും പറയാനുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതാ പോണ വഴിക്ക് ആ മാമോത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. സ്പ്രിങ്സിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് അതിൻ്റെ സ്കെൽട്ടൻ കണ്ടു കിട്ടിയതെന്നൊക്കെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് നമ്മളിതാ ലോഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഈ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ലോഡ്ജ് ഓഫ് ഓൾഡ് ഫ്ലോറിഡ എന്നാണ് അറിയപ്പെടുന്നത്. കുറേ ഹോളിവുഡ് മൂവീസും അതുപോലെ തന്നെ വേൾഡ് വാർ 2 ടൈമിൽ മിലിറ്ററി ട്രെയിനിങ്ങിനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ലോഡ്ജായിരുന്നു കേട്ടോ ഇത്. യൂറോപ്യൻ ഫോക്ക് ആർട്ടിൻ്റെ കൂടെ നേറ്റീവ് അമേരിക്കൻ ഇൻഫ്ലുവൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ശരിക്കും നമുക്ക് ഈ ലോഡ്ജിൽ കാണാൻ പറ്റുക. അതിൻ്റെ വാൾസ് ആയാലും ടൈൽസ് ആയാലും എല്ലാത്തിനും ആ ഒരു
സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയില്ലേ, അത് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ആ മാസ്റ്റോഡൻ മാമോത്തിൻ്റെ ടീത്താണ് കേട്ടോ ഇത് അവർ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ അവിടെ കണ്ടത്, ഒരു അലിഗേറ്ററിനെ അവരവിടെ വെച്ചിട്ടുണ്ട്. താഴെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ആഡും, പഴയ ന്യൂസ് പേപ്പറിൻ്റെ ആഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $5,000 റിവാർഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കണേ. അത് വേറെ ആർക്കുമല്ല, നമ്മുടെ ഒരു പഴയ ഒരു അലിഗേറ്റർ ഉണ്ടായിരുന്നു അവിടെ, ജോയ് എന്ന് പറഞ്ഞിട്ട്. ഈ ജോയുടെ കില്ലറിനെ കില്ലറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് $5,000 ആണ് കേട്ടോ അന്നത്തെ കാലത്ത് റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതെന്താണെന്ന് നോക്കി, സ്റ്റോറി നോക്കിയപ്പോൾ ആ ഒരു അലിഗേറ്റർ ഭയങ്കര പാവം ഒരു അലിഗേറ്റർ ആയിരുന്നു. ഒരു മനുഷ്യനെയോ ഒരു ആനിമൽസിനെയോ ഒന്നും ഉപദ്രവിക്കാത്ത ഒരു അലിഗേറ്റർ ആയിരുന്നു അത്. പക്ഷെ അതിനെ ഏതോ ഒരു സ്ട്രേഞ്ചർ വന്ന് കില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്ട്രേഞ്ചറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ടൈമിൽ കൊടുത്ത ഒരു ന്യൂസ് പേപ്പർ ആഡാണ് കേട്ടോ അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ലോഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഷോപ്പ് പ്ലസ് കഫ്റ്റീരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലെ ഐറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് സ്പ്രിങ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ടീഷർട്ട്സ് ആയാലും എന്തിലായാലും ആ സ്പ്രിങ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസാണ് നമുക്ക് അവിടെ ഫുള്ള് കാണാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ വെക്കുല സ്പ്രിങ്സിൻ്റെ മെമ്മറിക്കായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു മാഗ്നറ്റ് മേടിച്ചു കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ബോട്ട് റൈഡാണ്. 1:30 ബോട്ട് റൈഡ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ലോട്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ശരി ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്പ്രിങ്സിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി തിരക്ക് കൂടി കേട്ടോ. ഈവനിങ് ആവും തോറും ആൾക്കാർ കൂടി വരികയെന്ന് തോന്നുന്നു. അപ്പോൾ അതാ ബോട്ട് റൈഡിനുള്ള ടൈം ആയ കാരണം നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് ഓരോ ഷെൽട്ടേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട്. അവിടെ എത്തിയപ്പോഴേക്കും ബോട്ട് റൈഡിനുള്ള ക്യൂ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നമ്മൾ പോയിട്ട് ക്യൂവിൽ അങ്ങനെ നിന്നു കേട്ടോ അവിടെ. അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി സീറ്റിലൊക്കെ ഇരുന്ന് ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ ഫുള്ള് നമ്മുടെ ക്യാപ്റ്റൻ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു What color is your shirt? Is that കുറച്ച് വീഡിയോ ഒക്കെ ടൈം ലാപ്സിലും ബാക്കി നോർമൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ അലിഗേറ്റേഴ്സിനെയൊക്കെ കണ്ടു തുടങ്ങി. ഭയങ്കര അടുത്ത് കൂടെയാണ് കേട്ടോ അലിഗേറ്റേഴ്സൊക്കെ പോകുന്നത്. പിന്നെ വാട്ടറും കണ്ടോ, ഭയങ്കര ക്ലിയർ ആണ്, ഫുള്ള് നമുക്ക് താഴേക്കൊക്കെ കാണാൻ പറ്റും. അതാണ് ഈ സ്പ്രിങ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കേട്ടോ. അവിടെയൊക്കെ ഫുൾ അലിഗേറ്റേഴ്സാണ് കേട്ടോ കിടക്കണേ. വലിയ അലിഗേറ്റേഴ്സാണ്. പക്ഷെ അവർ ഭയങ്കര സൈലൻ്റായിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഈവൻ അവിടെ ആൾക്കാർ സ്വിം ചെയ്യണതിൻ്റെ നിയർ ബൈ ആയിട്ട് വരെ അലിഗേറ്റേഴ്സ് പോകുന്നുണ്ട്. പക്ഷേ അവർ യാതൊരു പ്രോബ്ലംസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോൾ. കുറേ ടേർട്ടിൽസ് അവിടെ ഉണ്ട്. അതുപോലെ ഫിഷസ് ആയാലും ബേർഡ്സ് ആയാലും കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ ബേർഡ്സിൽ.
അങ്ങനെ കുറേ അലിഗേറ്റേഴ്സിനെയൊക്കെ കണ്ടു. പിന്നെ മനാറ്റേനെ അധികം കണ്ടില്ല കേട്ടോ. അത് അവർ പറഞ്ഞത് ഒക്ടോബർ ടു ജാനുവരി ആ ഒരു ടൈമിലാണ് മനാറ്റേഴ്സിനെ കൂടുതലായിട്ട് അവിടെ കണ്ടുവരുന്നത്. That's not food for today. It's for the table picture. Group of cormorants on your left-hand side. I don't know what they're doing. Weird. ഒക്കുല സ്പ്രിങ്സിൻ്റെ ഇനീഷ്യൽ ടൈമിലൊക്കെ ബോട്ട് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. അതായിരുന്നു എൻട്രി. പിന്നീടാണ് അവർ റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് എൻട്രി ഒക്കെ നമുക്ക് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാക്കിയത് കേട്ടോ. കണ്ണിന് ഭയങ്കര ഒരു കുളിർമയുള്ള കാഴ്ചകളാണല്ലേ. ഫുള്ള് പച്ചപ്പും അതുപോലെ ആകാശം മുകളിൽ താഴെയും നമ്മുടെ വെള്ളത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഫുള്ള് നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ആ ഒരു ഹോളിവുഡ് മൂവീസിലൊക്കെ നമ്മൾ കാണില്ലേ, അങ്ങനെ ഒരു ജേർണി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബോട്ട് റൈഡ്. തലഹസി വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ വക്കുല സ്പ്രിങ്സും അവിടുത്തെ ബോട്ട് റൈഡും. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇമാജിനൊക്കെ ചെയ്യണ പോലത്തെ ആ ഒരു ഫീലാണ് നമുക്കിവിടെ വന്നപ്പോൾ തോന്നിയത് ശരിക്കും. അലിഗേറ്റേഴ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കൂടെ. അപ്പോൾ വാട്ടർ കണ്ടില്ലേ, ഭയങ്കര ക്ലിയർ ആണ്. പിന്നെ ഓരോ സ്പ്രിങ്സിനും ഓരോ കളർ ഓഫ് വാട്ടർ ആണെന്നാണ് കേട്ടോ കേട്ടിരിക്കുന്നത്. അപ്പോൾ വക്കുല സ്പ്രിങ്സിൻ്റെ കളർ എന്തായാലും ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ തിരിച്ചെത്താറായി കേട്ടോ. അപ്പോൾ അവിടെ നിറയെ ആൾക്കാർ ഡൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും ഭയങ്കര ഡീപ്പസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ഭയങ്കര രസമായിരിക്കുന്ന പറയണേ അവർ. പക്ഷേ എനിക്ക് സ്വിമ്മിങ് അറിയാത്ത കാരണം ഡൈവ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ചെത്തി കേട്ടോ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ വേഗം ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ സ്പ്രിങ്സിൽ പോയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ജാനുക്കുട്ടി. അപ്പോൾ അവർ രണ്ടാളും ഇറങ്ങി. അപ്പോൾ അവർ രണ്ടാളും വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചിട്ടാണ് അങ്ങനെ കയറിയത്. അതിനുശേഷം ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു, പക്ഷേ പുറത്ത് നല്ല ചൂടുള്ള കാരണം നമുക്കൊരു സുഖമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയത് കേട്ടോ. അങ്ങനെ നല്ലൊരു നാച്ചുറൽ സ്പോട്ടായിരുന്നു നമ്മുടെ വക്കുല സ്പ്രിങ്സ്. അതെന്തായാലും നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കാറിൽ കയറി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കും ക്യൂ ഒക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.